എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഷോളുമേയും സാരിമയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്രോഷേ ഡിസൈൻ. അതിന് ക്രോഷേ ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഹുക്ക് 1.0 mm ഹുക്ക്. ആദ്യം ഈ നൂലിൻ്റെ അറ്റത്ത് ഒരു കെട്ടിടണം. നൂലിങ്ങനെ റൗണ്ടായി ചുറ്റി ഹുക്ക് ഇങ്ങനെ കടത്തി നൂലടക്കം അങ്ങോട്ട് എടുക്കുക. കെട്ടായി. ഇനി ഇത് തുണിമ എങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. ഹുക്ക് ഈ തുണിമ ഇങ്ങനെ കടത്തി നൂലടക്കം ഇങ്ങോട്ട് എടുക്കുക. ഇപ്പോൾ 2 നൂല് കിട്ടും. ഹുക്ക് ഈ നൂലടക്കം ഈ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെയും കടത്തുക. ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ. ഇനി ചെയിൻ ചെയ്യണം. ഹുക്ക് ഇങ്ങനെ ചരിച്ച് നൂലടക്കം ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. 1 ചെയിനായി. 2 3 4 5 ചെയിൻ ചെയ്തു. ഇനി ഇങ്ങനെ വെച്ച് നോക്കുക. വരണ അവിടെയല്ല, കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. വീണ്ടും 5 ചെയിൻ ചെയ്യാം. 1 2 3 4 5. ഇനി ഇങ്ങനെ വെച്ച് നോക്കുക. വരണ അവിടെയല്ല, ഇത്തിരി ഇങ്ങോട്ട് നീങ്ങിയിട്ട് ശകലം ബാക്കോട്ട് നീങ്ങിയിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും 5 ചെയിൻ. 1 2 3 4 5. വീണ്ടും ഇങ്ങനെ വെച്ച് നോക്കുക. സിംഗിൾ ക്രോഷേ ചെയ്യാം. അങ്ങനെ എത്ര നീളത്തിൽ ചെയ്യണോ അത്ര നീളത്തിൽ ഇങ്ങനെ ചെയ്യും. ഞാൻ ഇത്ര നീളത്തിൽ ചെയ്തു. ഇനി ഇത് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ടാണ് ഇനി ചെയ്യേണ്ടത്. ഇനി ഹുക്ക് ഈ ചെയിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. 3 ചെയിൻ ചെയ്യും. 1 2 3. ഇപ്പോൾ സിംഗിൾ ക്രോഷേ ചെയിൻ ചെയ്തില്ലേ. ഇനി ഹുക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ച് ഈ ചെയിൻ ചെയ്തില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കടത്തി നൂലിങ്ങോട്ട് എടുക്കുക. ആ ഡബിൾ ക്രോഷേ ചെയ്യില്ലേ അതേപോലെ തന്നെ ഒരു റൗണ്ടും കൂടി ചെയ്യാം. എന്നിട്ട് എല്ലാ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കടത്തും. ഒരു ചെയിൻ ചെയ്യാം. ഈ 3 ചെയിൻ ചെയ്യാം. 1 2 3. എന്നിട്ട് ഇവിടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, അങ്ങനെ കിട്ടും. ഇനി വീണ്ടും 3 ചെയിൻ ചെയ്യാം. 1 2 3. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യാം. 1 2 3. എല്ലാ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കടത്തുക. ഒരു ചെയിൻ ചെയ്യാം. ഈ 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇവിടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി വീണ്ടും 3 ചെയിൻ ചെയ്യാം. നേരത്തെ ചെയ്ത ആ സെയിം പാറ്റേൺ തന്നെ ചെയ്യാം. 2 3. ഇനി എല്ലാ നൂലിൻ്റെ ഉള്ളിൽ കൂടെയും ഈ ഹുക്ക് കടത്തി നൂലടക്കം കടത്താം. 1 ചെയിൻ ചെയ്യാം. ഈ 3 ചെയിൻ ചെയ്യാം. ഇവിടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ചെയ്തു വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഇനി 5 ചെയിൻ ചെയ്യാം. 1 2 3 4 5. ഇനി ഇവിടേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. കണ്ടോ, 5 ചെയിൻ ഇങ്ങനെ വരും. 2 ചെയിൻ ചെയ്യാം. പിന്നെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 1 2 3. ഇനി എല്ലാ ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കടത്ത് 1 ചെയിൻ ചെയ്യും. 2 3 ചെയിൻ ചെയ്യാം. ഇവിടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. 3 ചെയിൻ ചെയ്യാം. 1 2 3. 1 2 3. എല്ലാ ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെയും ഹുക്ക് കടത്താം. 1 ചെയിൻ ചെയ്യാം. ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3.
സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ 3 ചെയിൻ ചെയ്യാം. 1 2 3 1 2 3 എല്ലാ ചെയിൻ്റെ ഉള്ളിൽ കൂടെയും ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും ഹുക്ക് കടുത്ത് 1 ചെയിൻ ചെയ്യാം. പിന്നെ 1 2 3 ചെയിൻ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ കിട്ടും. 5 ചെയിൻ ചെയ്യാം. 1 2 3 4 5 ഇതിങ്ങനെ വെച്ചിട്ട് ഈ ചെയിൻ വിട്ടിട്ട് ഇവിടുത്തെ ചെയിനിൽ സിംഗിൾ ക്രോഷേ ചെയ്യാം. 2 ചെയിൻ ചെയ്യാം. 1 2 3 എല്ലാ ചെയിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കടത്താം. 1 ചെയിൻ ചെയ്യാം. പിന്നെ 1 2 3 ചെയിൻ ചെയ്യാം. ഇവിടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി 3 ചെയിൻ ചെയ്യാം. 2 3 1 2 3 എല്ലാ ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് കടത്താം. 1 ചെയിൻ ചെയ്യാം. 3 ചെയിൻ ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും 3 ചെയിൻ ചെയ്യാം. 1 2 3 ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3 ഇവിടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയ്തു വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.